നമസ്കാരം, Aksprogramming വ്ളോഗിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ പേര് അക്ഷർ. നമ്മുടെ യൂട്യൂബ് ചാനലിൽ പലരും ചോദിക്കുന്നുണ്ട് എങ്ങനെ വെബ് ഡെവലപ്പർ ആകാം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഫ്രീ ആയിട്ട് എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് എങ്ങനെ ഒരു വെബ് ഡെവലപ്പർ ആകാം. ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞ സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരു BCA MCA കഴിഞ്ഞ സ്റ്റുഡൻസ് അവർക്ക് എങ്ങനെ ഒരു വെബ് ഡെവലപ്പർ ആകാം. അതേപോലെ തന്നെ സാധാരണ ഒന്നും അറിയാത്തവർ, പ്രോഗ്രാമിംഗ് നോളജിനെ കുറിച്ച് ബേസിക് നോളജും കൂടി ഉണ്ടാവില്ല. അപ്പോൾ അതറിയാത്തവർ എങ്ങനെ ഒരു വെബ് ഡെവലപ്പർ ആകാമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ കൂടുതലായിട്ടും വേർഡ് പ്രസ്സിനൊക്കെ ആശ്രയിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോയിൽ, അതായത് ഒരു കോഴ്സായിട്ടാണ് ഞാനിത് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ആദ്യ വീഡിയോ ആണിത്. എൻ്റെ ഈ കോഴ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സാധാരണക്കാരെയും അതേപോലെ ഗ്രാജുവേറ്റ് കഴിഞ്ഞ ആൾക്കാർക്കും എങ്ങനെ ഒരു വെബ് ഡെവലപ്പർ ആകാമെന്ന ഒരു കൺസെപ്റ്റ് ആസ്പദമാക്കിയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നുള്ളത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ വഴി ഒരാൾക്ക്, ഈ ഒരു കോഴ്സ് വഴി ഒരാൾക്ക് എത്രയും പെട്ടെന്നൊരു വെബ് ഡെവലപ്പർ ആകാൻ പറ്റും. പിന്നെ ഞാൻ എൻ്റെ വീഡിയോയിൽ സാധാരണ എല്ലാ ആൾക്കാരും ചെയ്യുന്ന പോലെ തിയറി പറഞ്ഞു പോവുകയല്ല ചെയ്യുന്നത്. അത് മറിച്ച് തിയറി പറയുന്നതിനേക്കാളും നല്ലത് പ്രാക്ടിക്കലായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ വേണ്ട കാര്യങ്ങൾ പഠിച്ചെടുക്കുക. അല്ലാണ്ട് എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് പിന്നെ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങളുണ്ടാവും, സമയം നമുക്ക് നഷ്ടമാകും. അപ്പോൾ എൻ്റെ ഈ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് സിമ്പിളായിട്ട് എങ്ങനെ ഒരു വെബ് ഡെവലപ്പർ ആകാം. അപ്പോൾ ഈ വെബ് ഡെവലപ്മെൻറ്റ് കേസിൽ വെബ് ഡിസൈനിങ് കൂടി വരുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ട് വെബ് ഡിസൈനിങ് കൂടി ഞാൻ ഈ വീഡിയോ സീരീസിൽ ഉൾക്കൊള്ളിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വെബ് ഡെവലപ്പർ ആകാമെന്ന വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് പല ലാംഗ്വേജും ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു സാധാരണ ഒരു വെബ് ഡെവലപ്പർ ആകണമെങ്കിൽ HTML അറിഞ്ഞിരിക്കണം, ജാവാസ്ക്രിപ്റ്റ് അറിഞ്ഞിരിക്കണം, CSS അറിഞ്ഞിരിക്കണം, പിന്നെ PHP ബാക്കെൻഡ് എന്താണ് എടുക്കുന്നുണ്ടെങ്കിൽ PHP അറിഞ്ഞിരിക്കണം, MySQL അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ഏതാണ് SQL സെർവറായിട്ട് യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ ഡാറ്റാബേസ് ഏതാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതറിഞ്ഞിരിക്കണം. അതേപോലെ സർവർ സൈഡ് PHP ആണ് ഞാൻ പറയുന്നത്, .NET ആണ് .NET, ജാവയാണ് ജാവ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പോൾ എൻ്റെ വെബ് സീരീസിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്നത് PHP, MySQL, ജാവാസ്ക്രിപ്റ്റ്, jQuery, പിന്നെ കുറച്ച് പൊടിക്ക് ആംഗുലാറും റിയാക്റ്റ് ഉപയോഗിക്കാം. പിന്നെ അതേപോലെ തന്നെ CSSഉം HTML ആണ് ഞാൻ എൻ്റെ വെബ് ഡെവലപ്മെൻറ്റിൽ. ഇത് കേട്ടിട്ട് പേടിക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതൊക്കെ സിമ്പിൾ സാധനമാണ്. ചെറുതായിട്ടൊന്ന് അറിഞ്ഞാൽ പിന്നെ എല്ലാം നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നൊരു സാധനമാണ്. അപ്പോൾ ഞാൻ അധികം പറയുന്നില്ല, ഞാനധികം പറയാണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിന് ആദ്യം ചെയ്യേണ്ട ഒരു എഡിറ്റർ നമുക്ക് ആവശ്യമുണ്ട്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സബ്ലൈമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ടർക്ക് ഇപ്പോൾ ഒരു വെബ് ഡെവലപ്പർ ആകണമെന്ന് ആഗ്രഹമുള്ള ഒരാൾക്ക് സബ്ലൈം ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ URL പോയിട്ട് സബ്ലൈം ഡൗൺലോഡ് ചെയ്യുക. ഇപ്പോൾ കുറച്ചും കൂടി നോളജ് ഉണ്ട്, ബേസിക് നോളജ്, പ്രോഗ്രാമിംഗ് നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡ്രീം വ്യൂവറോ പിന്നെ ബ്രാക്കറ്റ്സ്, അങ്ങനെ പല എഡിറ്റർ ഉണ്ട്, എഡിറ്റിംഗ് ടൂൾസ് ഉണ്ട് വെബ് ഡെവലപ്പറിന്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ മുന്നോട്ട് പോകാം. ഞാനിപ്പോൾ സജസ്റ്റ് ചെയ്യുന്നത് സബ്ലൈമാണ്. നിങ്ങൾക്ക് സബ്ലൈം വെച്ച് പ്രോഗ്രാം ചെയ്യാം, കാരണം ബേസിക് സ്റ്റാർട്ടിങ് അത് മതി. അപ്പോൾ അത് സബ്ലൈം ഡൗൺലോഡ് ചെയ്യാം. അതിനുശേഷം നമുക്കൊരു സെർവർ ആവശ്യമുണ്ട്. തൽക്കാലത്തേക്ക് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സെർവറിനെ കുറിച്ചൊന്നും പറയുന്നില്ല, നമുക്കൊരു HTML കണ്ടൻറ്റ് മാത്രം പറയാം. സെർവറിനെ കുറിച്ച് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അപ്പോൾ ഇത് HTML പേജ് വെബ് ബ്രൗസറിൽ ലോഡ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് എവിടെയെങ്കിലും വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാം തൽക്കാലത്തേക്ക്. ഇപ്പോൾ ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സിൻ്റെ അകത്ത് ജസ്റ്റ് ഒരു ഫയൽ സേവ് ചെയ്യണം. ഞാൻ സബ്ലൈമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സബ്ലൈം യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ സബ്ലൈമിൽ ഫയൽ, ന്യൂ ഫയൽ, എന്നിട്ട് ഞാൻ Ctrl+S പ്രസ് ചെയ്യുന്നു. Ctrl+S എന്ന് പറഞ്ഞാൽ സേവ് ചെയ്യാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫയൽ സേവ് എന്നൊരു ഓപ്ഷനുണ്ട്. നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന പ്രോഗ്രാമേഴ്സ് ആകാൻ വേണ്ടിയുള്ള ആൾക്കാരാകുമ്പോൾ, അല്ലെങ്കിൽ പ്രോഗ്രാമേഴ്സ് ആണെങ്കിൽ മാക്സിമം ഷോർട്ട് കട്ട്സ് ഉപയോഗിക്കാം. അപ്പോൾ Ctrl+S സേവ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ Ctrl+Sന് സേവ് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒരു test.html, എൻ്റെ കയ്യിൽ ഓൾറെഡി test.html റീപ്ലേസ് ചെയ്യണമെങ്കിൽ ഞാൻ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ചിലപ്പോൾ ഉണ്ടാവില്ല. അപ്പോൾ test.html സേവ് ചെയ്യാം.
അപ്പോൾ ഏതൊരു HTML ഫയലും സേവ് ചെയ്യേണ്ടത് .html എക്സ്റ്റൻഷൻ വെച്ചാണ്. HTML അല്ലെങ്കിൽ HTM രണ്ടും നിങ്ങൾക്ക് അപ്ലിക്കബിൾ ആണ്. ഞാനിവിടെ HTML ആയിട്ട് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് HTML ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. ഞാൻ തിയറി അധികം പറയുന്നില്ല, അപ്പോൾ എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതാണ് ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ ഏത് ബ്രൗസറിൽ എപ്പോഴും വെബ് ആപ്ലിക്കേഷൻസ് റൺ ചെയ്യുമ്പോൾ ബ്രൗസറിൽ എപ്പോഴും HTML ഫയലായിട്ടാണ് കാണിക്കാറ്. അപ്പോൾ അതിനൊരു സ്ട്രക്ചർ ഉണ്ടാവും. HTML ഫയലിന് ഒരു സ്ട്രക്ചർ ഉണ്ടാവും. ആ സ്ട്രക്ചറാണ് ഇത്. ഓക്കെ, അപ്പോൾ ആ സ്ട്രക്ചറിൽ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് ഈ ഡോക്യുമെൻറ്റ് ടൈപ്പ് HTML എന്നത് ഇത് HTML5 എന്ന വേർഷനിലാണ് അറിയപ്പെടുന്നത് എന്ന കൺസെപ്റ്റ് സൂചിപ്പിക്കാനാണ് ഇത് ഡോക്യുമെൻറ്റ് ടൈപ്പ് HTML എന്ന് പറയുന്നത്. പിന്നെ HTML ഫയലായതുകൊണ്ട് ഒരു HTML സ്റ്റാർട്ടിങ് ഉണ്ടാവും, HTML ക്ലോസിങ് ഉണ്ടാവും. അപ്പോൾ അതിന് ഇപ്പം നമ്മുടെ HTML വെബ് ഡെവലപ്മെൻറ്റിൽ വരുന്ന സമയത്ത് നമുക്ക് കുറേ ടാഗ്സ് പഠിക്കാനുണ്ട്. അപ്പോൾ എല്ലാ ടാഗും ഒരു സ്റ്റാർട്ടിങ് ടാഗ് ഉണ്ടാവും, ഒരു എൻഡിങ് ടാഗ് ഉണ്ടാവും. അങ്ങനെ ഇല്ലാത്ത ഇതുമുണ്ട്. എന്നിരുന്നാലും നമുക്ക് സ്റ്റാർട്ടിങ് ഉണ്ടാവും, ഒരു എൻഡിങ് ഉണ്ടാവും. അതിൻ്റെ അകത്തായിരിക്കും നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ സ്റ്റാർട്ടിങ് തന്നെ HTML ടാഗാണ്, HTML ആണ് എന്നറിയിക്കാൻ വേണ്ടി ഒരു HTML ടാഗ് ഉണ്ട്, അതിനൊരു ക്ലോസിങ് ടാഗ് ഉണ്ട്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഏതൊരു ആളും അത് ശ്രദ്ധിക്കേണ്ട ഒരു കേസാണ്. അപ്പോൾ ഇതിപ്പോൾ പ്രോഗ്രാം അറിയാത്തൊരു വ്യക്തിക്കും ഇത് ശ്രദ്ധിക്കണം. ഈ ഒരു HTML സ്റ്റാർട്ടിങ് ഉണ്ടാവും, HTML ക്ലോസിങ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഹെഡ് ഉണ്ടാവും, ഹെഡ് ക്ലോസിങ്ങും, ഒരു ബോഡി ഉണ്ടാവും, ഇത് ബോഡി ക്ലോസിങ്. ഈ ഹെഡിൻ്റെ അകത്താണ് നമ്മൾ സാധാരണ ബ്രൗസറിൽ കാണുന്ന CSS ഫയൽ സെറ്റ് ചെയ്യുന്നത്. ബ്രൗസറിൽ ഇപ്പോൾ നമുക്ക് ഡിസൈൻസ് കുറേ കാണുന്നുണ്ട്. അപ്പോൾ ഡിസൈനെല്ലാം നമ്മൾ ചെയ്യുന്നത് CSS ഫയലിലാണ്. CSS വെച്ചിട്ടാണ് കാസ്കേഡിങ് സ്റ്റൈൽ ഷീറ്റ് എന്ന് പറയും. അപ്പോൾ CSS വെച്ചാണ് ഡിസൈനിങ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒക്കെ വരുന്നത് ഇത് ഹെഡിൻ്റെ അകത്താണ്. പിന്നെ അതേപോലെ ജാവാസ്ക്രിപ്റ്റ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഫോം വാലിഡേഷൻ, ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും പോപ്പപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നടത്തുന്നത് ജാവാസ്ക്രിപ്റ്റാണ്. പൊതുവെ നമ്മൾ പറയുകയാണെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് ക്ലയൻറ്റ് സൈഡ് വാലിഡേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ക്ലയൻറ്റ് സൈഡ് ഉണ്ട്, സെർവർ സൈഡ് ഉണ്ട്. അപ്പോൾ ക്ലയൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഗത്ത് നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വാലിഡേഷൻ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ജാവാസ്ക്രിപ്റ്റ്. അപ്പോൾ ഇത്ര അറിഞ്ഞാൽ മതി, കൂടുതലായിട്ട് ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ബോഡി അകത്താണ് നമ്മുടെ ഡിസ്പ്ലേ ചെയ്യാനുള്ള കണ്ടൻസ്. ഇപ്പോൾ ഒരു ബ്രൗസറിൽ ഇപ്പോൾ നമ്മൾ ഇതെടുക്കുകയാണെങ്കിൽ, ഒരു ബ്രൗസർ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ ബോഡിയുടെ അകത്ത് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് നമുക്കൊന്ന് സേവ് ചെയ്താൽ. അപ്പോൾ സേവ് ചെയ്യണമെങ്കിൽ Ctrl+S അടിക്കുക. അപ്പോൾ ഒരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഇതിൽ പ്രോഗ്രാം ഇപ്പോൾ ഞാനിപ്പോൾ എന്തെങ്കിലും ഇവിടെ ടൈപ്പ് ചെയ്തു, അപ്പോൾ അത് സേവ് ചെയ്ത് വേണം പിന്നെ റൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ തൽക്കാലം ഇത് സേവ് ചെയ്യുന്നു. പിന്നെ സേവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടൈറ്റിൽ കൊടുക്കാം. ഇപ്പോൾ ഇതിലിപ്പോൾ ഈ ഒരു ബ്രൗസർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ടൈറ്റിലുണ്ട്, ഡൗൺലോഡ് സബ്ലൈം ആണ്. അപ്പോൾ അതെല്ലാ HTML ഫയലിനും അതൊരു ടൈറ്റിൽ ഉണ്ടാവും. ഞാനിവിടെ ടെസ്റ്റിംഗ് ഡെമോ എന്ന് പറഞ്ഞ് സേവ് ചെയ്തു. അപ്പോൾ ഒന്നുമില്ല, സിമ്പിളാണ് സാധനം. ഈ ഒരു സ്ട്രക്ചർ ഡോക്യുമെൻറ്റ് ടൈപ്പ് HTML എന്ന് ടാഗ് കൊടുക്കുക. അതിനുശേഷം HTMLൻ്റെ ടാഗിൻ്റെ അകത്ത് ഹെഡ് ടാഗ് ഉണ്ടാവും, ബോഡി ടാഗ് ഉണ്ടാവും. ഹെഡ് ടാഗ് എന്തിനാണ്? ജാവാസ്ക്രിപ്റ്റ് CSS. ജാവാസ്ക്രിപ്റ്റ് എന്തിനാണ്? ജാവാസ്ക്രിപ്റ്റ് ഫോം വാലിഡേഷന് വേണ്ടിയാണ് ഇപ്പോൾ സാധാരണ ഉപയോഗിക്കാറ്. ഫോം വാലിഡേഷൻ, പിന്നെ കുറച്ച് ഡിസൈനിങ് വേണ്ടി ഉപയോഗിക്കാം, പിന്നെ അനിമേഷൻസ്, അങ്ങനെ കാര്യങ്ങൾ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിക്കാം. CSSും അതിന് വേണ്ടി തന്നെ ഉപയോഗിക്കാം. ഡിസൈനിങ്ങിനും വാലിഡേഷനും ഉപയോഗിക്കാൻ പറ്റില്ല, ഡിസൈനിങ്ങിനും അതേപോലെ തന്നെ ബാക്കി അനിമേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി CSS ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹെഡിൻ്റെ അകത്ത് കൊടുക്കാം. പിന്നെ ബോഡിയുടെ അകത്ത് നമ്മൾ പുറത്ത് ഡിസ്പ്ലേ ചെയ്യുന്ന കാര്യം, ഇപ്പോൾ നമ്മൾ ബ്രൗസർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ കണ്ടൻസ് നമുക്ക് കാണാൻ പറ്റുന്നത് അതൊക്കെ ബോഡിയുടെ അകത്ത് കൊടുക്കാം. അപ്പോൾ ഓക്കെ, ഹെഡും ബോഡിയും കുറിച്ച് നമുക്ക് മനസ്സിലാക്കി. പിന്നെ ടൈറ്റിൽ ടാഗ്, ആ ടൈറ്റിൽ ടാഗിനെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇത്ര ഒരു 1 2 3 4 ടാഗിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അത് സേവ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ബ്രൗസർ ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മുടെ ആ പാത്തിലോട്ടൊന്ന് പോകാം. ആ പാത്തിലോട്ട് പോകുന്നതിനേക്കാളും നല്ലത് ഡോക്യുമെൻറ്റ്സിൻ്റെ അകത്ത് ഓൾറെഡി നമ്മൾ ടെസ്റ്റ്.html ഫയൽ സേവ് ചെയ്തിട്ടുണ്ടാവും. അത് എവിടെ ഉണ്ട് നോക്കാം. ഓക്കെ, ഇതാണ് ടെസ്റ്റ്.html ഫയൽ. ഓപ്പൺ വിത്ത് ഞാൻ ക്രോം ചെയ്തു. ഓക്കെ,
ഒന്നും കൊടുക്കാതെ, ഒന്നും കാണാനുള്ള ബോഡിയുടെ അകത്ത് നമ്മളൊന്നും സാധനം കൊടുത്തിട്ടില്ല. അപ്പോൾ ഒന്നും കാണില്ല ഇങ്ങനെ പുറത്തിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒന്നും കാണാനില്ല. പിന്നെ ഇവിടെ ടെസ്റ്റിംഗ് ഡെമോ ടൈറ്റിൽ കൊടുത്തുകൊണ്ട് ടെസ്റ്റിംഗ് ഡെമോ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി. സ്റ്റാർട്ടിങ് ഒരു വെബ്സൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള ചെറിയൊരു കോഡിങ്. ഇതിൽ നമുക്ക് എന്തെങ്കിലും കാണാം. നമ്മൾ സാധാരണ എല്ലാ പ്രോഗ്രാമിലും കാണുന്ന പോലെ ഹലോ വേൾഡ് കാണും. അപ്പോൾ ഹലോ വേൾഡ് കാണും. എന്ത് ചെയ്യണം നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ കോഡിലോട്ട് പോകും. എന്നിട്ട് ഇവിടെ ബോഡിയുടെ അകത്താണ് ഞാൻ പറഞ്ഞു എന്തൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിലും ഡിസ്പ്ലേക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ബോഡിയുടെ അകത്ത് കൊടുക്കാം. പുറത്ത് കൊടുത്താലും ഡിസ്പ്ലേ ആവും കേട്ടോ. ഇവിടെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേ ആവും. പക്ഷേ ഞാൻ പറഞ്ഞത് നമ്മുടെ HTML കൺസെപ്റ്റ് അനുസരിച്ചുള്ള കാര്യങ്ങളാണ് പറയുന്നുള്ളത്. പലതും ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ചെയ്യാൻ പറ്റും. പക്ഷേ സ്ട്രക്ചർ വൈസ് നമുക്ക് ചെയ്യാനുള്ള പരിപാടി ഞാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു ഹലോ വേൾഡ് സേവ് ചെയ്യുക. എന്നിട്ട് ഒന്ന് റിഫ്രഷ് ചെയ്യുക. കണ്ടോ, ഹലോ വേൾഡ് വന്നു. സിമ്പിളാണ് പരിപാടി. ഇനി ഇതിലേക്ക് ഈ ഹലോ വേൾഡ് ഒരു ടെക്സ്റ്റാണ്. ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രിങ്, അതൊരു ക്യാരക്ടറും കാര്യങ്ങളൊക്കെ അടങ്ങിയ ന്യൂമറിക്കൽ ആൽഫബറ്റിക് ക്യാരക്ടറാണ് ഇത് വരുന്നുള്ളത്. അപ്പോൾ ഇത് ടെക്സ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കിതിലേക്ക് ഒരു കളർ കൊടുത്താലോ. ഇത് ബ്ലാക്കിലുള്ള. അപ്പോൾ നമുക്കൊരു വേറൊരു കളർ കൊടുത്ത് നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഡിസൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് CSS ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ CS കൊടുക്കുകയാണെങ്കിൽ ഹെഡിൻ്റെ അകത്താണ് കൊടുക്കേണ്ടത്. എങ്ങനെ? സ്റ്റൈൽ എന്നൊരു ടാഗുണ്ട്. സ്റ്റൈൽ ടാഗിൻ്റെ അകത്താണ് ഡിസൈൻ നമുക്ക് പറയാം. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ സ്റ്റൈൽ ടാഗ് നോക്കിയോ, സ്റ്റൈലിൻ്റെ ഓപ്പണിംഗ് ഉണ്ട്, സ്റ്റൈലിൻ്റെ ക്ലോസിംഗ് ഉണ്ട്. പിന്നെ ഒരു ടൈപ്പ് എന്നൊരു സംഭവം, ഇതൊരു ആട്രിബ്യൂട്ടായിട്ട് നമുക്ക് പറയാം. അപ്പോൾ സ്റ്റൈൽ ടാഗാണ്, ടൈപ്പ് ആട്രിബ്യൂട്ടാണ്. ടൈപ്പ് ആട്രിബ്യൂട്ടാണ് ടെക്സ്റ്റ് ഓർ CSS. നമ്മളോട് CSS പറയുന്നതുകൊണ്ട് സ്റ്റൈല് CSS ഇവിടെ ജസ്റ്റ് ടൈപ്പ് പറയുന്നുള്ളൂ. ഇത് നമുക്ക് കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ വർക്ക് ചെയ്യും, പ്രശ്നമില്ല. നിങ്ങളുടെ ഇഷ്ടമാണ് അത് കൊടുക്കുന്നത് കൊടുക്കാതിരിക്കുന്നത്, അല്ലെങ്കിൽ വർക്ക് ചെയ്യും. സ്റ്റൈൽ ടാഗിൻ്റെ അകത്താണ് നമുക്ക് ഡിസൈൻ പറയുന്നത്. അപ്പോൾ ഇനി നമുക്കൊന്ന് ഡിസൈൻ പറഞ്ഞു നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഹലോ വേൾഡ് ബോഡിയുടെ അകത്താണുള്ളത്. അപ്പോൾ നമുക്ക് ബോഡിയുടെ അകത്തായതുകൊണ്ട് തന്നെ ബോഡി സ്പെസിഫൈ ചെയ്യാം. സിമ്പിളാണ്. ബോഡിയുടെ അകത്താണ് നമുക്കുള്ള ബോഡി ഓപ്പണിംഗ് ബ്രേസ് ക്ലോസിംഗ് ബ്രേസ് ബോഡിയുടെ അകത്ത് എന്ന് അറിയിക്കാൻ വേണ്ടി. ഇതിലൊരു കളർ എന്നൊരു സ്റ്റൈലുണ്ട്. ആ കളറിൽ നമുക്ക് റെഡ് എന്ന് കൊടുത്ത് നോക്കാം. സേവ് ചെയ്തു. എന്നിട്ട് സേവ് ചെയ്യണം. എന്ത് ചെയ്യുമ്പോഴും സേവ് ചെയ്ത് റൺ ചെയ്യണം, റിഫ്രഷ് ചെയ്യാം. കണ്ടോ, കളർ മാറി. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ബോഡിയുടെ അകത്ത് പറഞ്ഞിട്ട് ഈ ബോഡിയുടെ അകത്ത് കളർ പറഞ്ഞു. ഇപ്പോൾ ഇത് ഫോണ്ട് സൈസ് ഒന്ന് കൂട്ടി കൊടുക്കാം. ഫോണ്ട് സൈസ്, അതായത് ഇതിൻ്റെ ഫോണ്ട് സൈസ് നമുക്കൊന്ന് കൂട്ടി. ഞാനൊരു 16 പിക്സൽ എന്ന് പറഞ്ഞൊരു 16 പിക്സൽ ഫോണ്ട് സൈസ് കൊടുത്തു. കണ്ടോ, ഫോണ്ട് സൈസ് ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ട് വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് നമുക്ക് എത്ര വേണമെങ്കിൽ പിക്സലായിട്ട് കൊടുക്കാൻ പറ്റും. പിക്സൽ സൈസാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ പിക്സലിനെ കുറിച്ച് അധികം പറയുന്നില്ല, കാരണം അത് പറയാൻ പോയ സ്ക്രീനിനെ കുറിച്ച് പറയേണ്ടി വരും. സ്ക്രീനിൽ ഓരോ ഡോട്ട്സ് പിക്സലാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ പറയേണ്ട, ഞാൻ പറയുന്നില്ല. തൽക്കാലത്തേക്ക് അതൊരു സൈസ് പറയാനുള്ള ഒരു മെഷർമെൻറ്റ് പോലെ എടുക്കാം. 20 പിക്സൽ. ഇപ്പോൾ ഞാനിത് കൂട്ടി കൊടുക്കുകയാണെങ്കിൽ 30 പിക്സൽ. കണ്ടോ, 100, 120, 150 പിക്സൽ. അപ്പോൾ അതിൻ്റെ സൈസ് കൂടി വരുന്നുണ്ട് പിക്സൽ. അപ്പോൾ നമുക്ക് ഇപ്പോൾ സൈസ് കൂട്ടാനും പിന്നെ അതേപോലെ ഇതിൻ്റെ വിഡ്ത്തും ഹൈറ്റും അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടുപോകാൻ വേണ്ടി നമുക്കൊരു പിക്സലിൽ വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. പിക്സൽ വെച്ച് പറയാം, അല്ലാതെ പറയാം. ഇപ്പോൾ നമുക്ക് സാധനങ്ങൾ കിലോഗ്രാമിൽ ലിറ്ററിലൊക്കെ പറയുന്നില്ല, അതേപോലെ തന്നെ അവിടെ സൈസും നമ്മുടെ വിഡ്ത്തും ഹൈറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയാണ് നമ്മുടെ പിക്സൽ ഉപയോഗിക്കുന്നത്. പിക്സൽ അല്ലാണ്ട് വേറെയും കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കാം പിക്സലിനെ കുറിച്ച്. 150 പിക്സൽ നമുക്ക് നമുക്ക് ഓരോ വീഡിയോസ് വരുമ്പോഴും നമുക്ക് പഠിച്ചുകൊണ്ട് പോകാം എന്തൊക്കെയാണ്. അപ്പോൾ പിക്സലിനെ കുറിച്ച് നല്ല ഒരു ഐഡിയ കിട്ടും, എന്താണ് പിക്സൽ. ഇപ്പോൾ ഇവിടെ 150 പിക്സലിന് വരെ പെർസെൻറ്റേജ് ഉപയോഗിക്കാം,
വേറെ കുറേ ഉണ്ട്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അത് നമുക്ക് വഴിയെ പഠിക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് നമുക്ക് കളർ മാറ്റാനുള്ള ഒരു കൺസെപ്റ്റാണ്. CSS എന്താണെന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് വിടാം. ഇനി അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ ജാവാസ്ക്രിപ്റ്റിനെ കുറിച്ച് പറഞ്ഞത്, ജാവാസ്ക്രിപ്റ്റ് ഫോം വാലിഡേഷന് വേണ്ടിയാണ്. അപ്പോൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ ഞാൻ ഇവിടെ പറയാം. സ്ക്രിപ്റ്റിൻ്റെ അകത്താണ് പറയുന്നത്. ഇവിടെ ഒരു സ്ക്രിപ്റ്റ് ടാഗ് ഉണ്ട്, പിന്നെ അതിനനുസരിച്ച് ഇവിടെ ഒരു ടൈപ്പ് ആട്രിബ്യൂട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇവിടെ ഹലോ വേൾഡ് എന്നുണ്ട് അല്ലേ. ഈ ഹലോ വേൾഡ് ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് എന്തെങ്കിലും ഒരു മെസ്സേജ് വരണം. ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും മെസ്സേജ് വരണം. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ചാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞത് ഈ ബോഡിയുടെ അകത്ത് കളർ റെഡ്, ഫോണ്ട് സൈസ് 150 പിക്സൽ കൊടുത്തു. ഇനി ഇവിടെ ഡോക്യുമെൻറ്റിൽ ക്ലിക്ക് ചെയ്യുന്ന ഈ ബോഡിയുടെ അകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യണം. അപ്പം ബോഡിയുടെ അകത്ത് ഒരു ഓൺ ക്ലിക്ക് എന്നൊരു ഇവൻറ്റ് പാസ് ചെയ്യണം. ആ ബോഡിക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്യണം. ഞാൻ ഇവിടെ നോക്കിയാൽ ബോഡി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അലേർട്ട് വർക്ക് ചെയ്യണം. അലേർട്ട് എന്ന് പറഞ്ഞാൽ ഒരു ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു പോപ്പ് ബോക്സാണ് അലേർട്ട് എന്ന് പറയുന്നത്, എന്തെങ്കിലും മെസ്സേജ് അലേർട്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ ഞാൻ ഇവിടെ ഇതിപ്പോൾ അലേർട്ടിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയാം. ഡബിൾ കോഡ്സ് ഞാൻ കൊടുക്കാത്ത കാരണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തെങ്കിലും ഡബിൾ കോഡ്സിൻ്റെ അകത്ത് ഡബിൾ കോഡ്സ് വരില്ല. ഡബിൾ കോഡ്സ് വരില്ല. അതുകൊണ്ട് സിംഗിൾ കോഡ്സേ കൊടുക്കാൻ പാടുള്ളൂ. ഈ അലേർട്ടിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലും മെസ്സേജ് പാസ് ചെയ്യാം. ഹലോ വേൾഡിന് പാസ് ചെയ്യാം, ഹലോ വേൾഡ്. ഓക്കെ, ഈ അലേർട്ട് ഒരു പോപ്പ് ബോക്സ് വരും. ആ പോപ്പ് ബോക്സിൻ്റെ അകത്ത് എന്തെങ്കിലും മെസ്സേജ് ഉണ്ടാവും. ആ മെസ്സേജാണ് ഇവിടെ പാസ് ചെയ്യുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ സ്ക്രിപ്റ്റ് അതിനെ എഴുതിയാണ്. ആ സ്ക്രിപ്റ്റ് എഴുതിയതിനെക്കുറിച്ച് ഞാൻ പറയാം. ഇവിടെ ജസ്റ്റ് നമുക്ക് സേവ് ചെയ്യാം. ശ്രദ്ധിക്കണം, ഓൺ ക്ലിക്ക് ഡബിൾ കോഡ്സിൻ്റെ അകത്ത് ഒരു അലേർട്ട് ഒരു ഫങ്ഷൻ വേണം പറയാം അലേർട്ടിന്. അപ്പോൾ ഫങ്ഷൻ എന്താ നമുക്ക് പറയാം വഴിയെ. ജസ്റ്റ് പറഞ്ഞു അലേർട്ട് ഹലോ വേൾഡ് എന്ന് കൊടുത്തു. എന്നിട്ട് ഇതൊന്ന് റിഫ്രഷ് ചെയ്യാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ട ഹലോ വേൾഡ് വന്നു. ഒരു ജസ്റ്റ് അലേർട്ട് എന്ന് പറയുന്ന സംഭവം ഒരു ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒരു പോപ്പപ്പ് ബോക്സാണ്, ഇൻബിൽട്ട്. അതായത് മുമ്പേ ഒരു പ്രോഗ്രാം ചെയ്തിട്ടുള്ള ഒരു ഇതാണ് ആ അലേർട്ട് എന്ന് പറയുന്ന സംഭവം. ഈ അലേർട്ടിനെ നമ്മളൊന്ന് വിളിക്കുന്നു ഇങ്ങോട്ട്, അത്രയേ ഉള്ളൂ. ഇത് നമുക്ക് നേരെ മറിച്ച് ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ട് എഴുതാം. അലേർട്ട് ഇവിടെ എഴുതിയിട്ട് ഞാൻ എൻ്റെ ഒരു ഫങ്ഷൻ ഉപയോഗിക്കുന്നത് അലേർട്ട് പോലെ തന്നെ ഒരു സാധനം ഞാൻ ഉപയോഗിക്കുന്നത് എൻ്റെ സ്വന്തം. എൻ്റെ പേര് അക്ഷത ആയതുകൊണ്ട് ക്ലിക്ക് എന്ത് കൊടുക്കാം, ക്ലിക്ക് അക്ഷത എന്നാണ് ഞാൻ കോൾ ചെയ്യുന്നത്. സെമിക്കോളൻ ഇടാതിരിക്കാം, പ്രശ്നമില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ എഴുതേണ്ടി വരും, ഫങ്ഷൻ ഈ ക്ലിക്ക് അക്ഷർ അലേർട്ട്. നമുക്ക് റൺ ചെയ്ത് നോക്കാം. കണ്ട, അപ്പോൾ ഇത് സംഭവം വെച്ചാൽ ഈ ഒരു ഫങ്ഷൻ എഴുതിയിട്ടുണ്ട്. ഇതെന്താണ് ഫങ്ഷൻ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് അറിഞ്ഞിരിക്കുക. നമ്മൾ നേരത്തെ ഓൺ ക്ലിക്കിൽ അലേർട്ട് എഴുതി, ഇതേ സംഭവം ഓൺ ക്ലിക്കിൽ എഴുതി, അപ്പോൾ അത് വർക്കായി. അതേപോലെ തന്നെ ഞാൻ ക്ലിക്ക് ആക്ഷൻ എന്നൊരു ഫങ്ഷൻ എഴുതി. ഈ ക്ലിക്ക് ആക്ഷൻ ഈ അലേർട്ട് അതൊക്കെ ഒരു ഫങ്ഷനായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ക്ലിക്ക് ആക്ഷൻ എന്ന് പറഞ്ഞ ഫങ്ഷനിൽ എന്താണ് ഉദ്ദേശിച്ചുള്ളത്, അലേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഉദ്ദേശിച്ചുള്ളത്. അപ്പം ബോഡിയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ക്ലിക്ക് അക്ഷരത്തിലോട്ട് പോകും. ക്ലിക്ക് അക്ഷരത്തിലോട്ട് പോയ ശേഷം അവിടെ ഒരു പോപ്പപ്പ് ബോക്സ് വരും. അപ്പോൾ ഇതുപോലത്തെ ഒരു ഫോം വാലിഡേഷൻ, ക്ലിക്കിങ് അങ്ങനത്തെ പരിപാടിയൊക്കെ നടത്തണമെങ്കിൽ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ആവശ്യമുണ്ട്. അപ്പോൾ എന്തിനാണ് ജാവാസ്ക്രിപ്റ്റ് എന്ന് മനസ്സിലായി, അതേപോലെ എന്തിനാണ് സ്റ്റൈൽ എന്ന് മനസ്സിലായി. സിമ്പിളാണ് പരിപാടി. പിന്നെ നമുക്കിത് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വെച്ചാൽ ഇവിടെ ഇങ്ങനെ പോകുന്ന സമയത്ത് നമുക്കിത് ക്ലിക്ക് ചെയ്യേണ്ട അറിയില്ല. ഇവിടെ നമ്മളിപ്പോൾ സാധാരണ ടെക്സ്റ്റ് ചെയ്യുന്ന ഒരു കർസറാണ് ഇവിടെ വരുന്നുള്ളത്. അപ്പോൾ ആ കർസർ ഒന്ന് മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം, CSSലോട്ട് പോകണം. ബോഡിയുടെ അകത്ത് ഈ ബോഡിയുടെ അവിടെ വരുമ്പോൾ കർസർ ഇപ്പോൾ മാറിയിട്ടുണ്ട്.
അപ്പോൾ കർസർ ഒരു കൈ രൂപത്തിൽ വരണമെന്ന് വെച്ചു. അപ്പോൾ കർസർ പോയിൻ്റർ, അപ്പോൾ കർസർ പോയിൻ്റർ അനുസരിച്ച് വന്ന് അവ കണ്ടോ, ഈ ബോഡിയുടെ അകത്ത് വരുമ്പോൾ പോയിൻ്റർ നമ്മുടെ കൈ രൂപത്തിലാണ് സാധനം വന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും മതി. ഇതൊരു സിമ്പിൾ ഒരു വെബ് ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. നമുക്ക് സ്റ്റൈൽ എന്തിനാണ്, സ്ക്രിപ്റ്റ് എന്തിനാണ്, HTML എന്തിനാണ് ഒരു HTML ഫയൽ ഉപയോഗിക്കുന്നത്, അതെങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു ബ്രീഫായിട്ടുള്ളതാണ് ഞാൻ ഇന്ന് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പറ്റുന്നില്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ അടുത്ത ക്ലാസ്സിൽ നേരാവണ്ണം പറ്റും. കാരണം നമുക്ക് ബ്രീഫായിട്ട് കുറച്ചും കൂടി നല്ല ലെവലിൽ പ്രോഗ്രാമിങ് നെക്സ്റ്റ് ക്ലാസ് നമുക്ക് വീഡിയോ ലെവലിലോട്ട് പോകാം. CSSനെ കുറിച്ച് പഠിക്കാം, സ്ക്രിപ്റ്റിനെ കുറിച്ച് പഠിക്കാം, HTML കുറിച്ച് പഠിക്കാം. നിങ്ങളിപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കുറേ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഉറപ്പായിട്ടും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി. പിന്നെ കുറച്ച് ബേസിക് അറിയുന്നവർക്ക് പ്രശ്നമില്ല, ഫോളോ അപ്പ് ചെയ്യാൻ പെട്ടെന്ന് ഈസി ആയിരിക്കും. ബേസിക് അറിയാത്തൊരു കേസിൽ ഫോളോ അപ്പ് ചെയ്യാൻ കുറച്ച് ടഫായിരിക്കും. പക്ഷേ എന്നിരുന്നാലും ജസ്റ്റ് ഒന്ന് നോക്കുക, സ്ക്രിപ്റ്റും സ്റ്റൈലും നോക്കുക. പിന്നെ HTMLനെ കുറിച്ച് നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഒന്നുമില്ല, ജസ്റ്റ് ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സ്റ്റൈലിനെ കുറിച്ചും വലിയ കാര്യമായിട്ട് പ്രശ്നം വരാൻ ചാൻസ് ഇല്ല, പക്ഷേ സ്ക്രിപ്റ്റിനെ കുറിച്ച് ചിലപ്പോൾ പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഫംഗ്ഷൻ എന്താണെന്ന് അറിയാത്ത പ്രശ്നം, ഫംഗ്ഷൻ ഒന്നുമില്ല, ഒരു ടാസ്ക് ചെയ്യണം, നമുക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ വിളിക്കണം. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ എഴുതണം. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ക്ലിക്ക് ആക്ഷൻ എന്നൊരു ഫംഗ്ഷൻ എഴുതിയത് ഒരു മെസ്സേജ് വരാൻ വേണ്ടിയാണ്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ നമുക്ക് കൂടുതൽ എക്സാമ്പിൾ ചെയ്യുന്ന സമയത്ത് നമുക്കത് പെട്ടെന്ന് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ എൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത് ഇനി വരുന്ന എക്സാമ്പിൾസ് നമുക്ക് ലൈവായിട്ട് ചെയ്യുന്ന ഓരോ എക്സാമ്പിൾസാണ്. നമുക്കിപ്പോൾ നമ്മളിപ്പോൾ വെബ്സൈറ്റ് ചെയ്യുന്ന സമയത്ത് വെബ്സൈറ്റിൽ ഇപ്പോൾ കയറുന്ന സമയത്ത് പലതും നമുക്ക് കാണും. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് ഞാൻ എക്സാമ്പിളായിട്ട് പറയുന്നത്. അല്ലാണ്ട് നമ്മുടെ കോളേജിൽ പഠിക്കുന്ന പോലെ ബട്ടൺ ക്ലിക്കിങ് അങ്ങനത്തെ വാലിഡേഷനും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. സിമ്പിളായിട്ട് ഓരോരോ നമുക്ക് വെബ്സൈറ്റിൽ കാണുന്ന ഓരോ സാധനമുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നുള്ളത്. അപ്പം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി, ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഇതൊരു കോഴ്സായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതൊരു കംപ്ലീറ്റ് കോഴ്സാണ്. അപ്പോൾ ഇതിൻ്റെ കോഴ്സിൻ്റെ എൻഡിങ് നിങ്ങൾ നല്ലൊരു വെബ് ഡെവലപ്പറായി മാറിയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും നന്ദി എൻ്റെ വീഡിയോ വാച്ച് ചെയ്തതിൽ. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ബൈ.